ദീപക്, ഏറ്റവും പുതിയ വിവരങ്ങൾ തരൂ. ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം, കോസ്റ്റ് ഗാർഡിൻ്റെ ചാർലി 144 എന്ന ഹൈ സ്പീഡ് വെസൽ, ആ വെസൽ തെരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ്. ആ വെസൽ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, രക്ഷാപ്രവർത്തനം, 4 പേരെ കാണാതായി, അവരെ കിട്ടുക. മറ്റൊന്ന്, ഏതൊക്കെ സ്ഥലത്താണ് ഇപ്പോൾ കണ്ടെയ്നർ നിലവിൽ ഈ ഓപ്പറേഷൻ നടക്കുന്ന പരിസരത്തുള്ളത് എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. പക്ഷേ അതിൽ ദുഷ്കരമായ കാര്യം, ഈ കണ്ടെയ്നർ വെള്ളത്തിലൊഴുകും സ്വാഭാവികമായി, ക്ഷമിക്കണം. അപ്പോൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന സാഹചര്യത്തിൽ ഇതിനെ പോയിൻ്റ് ചെയ്യുക എന്നുള്ളതും ദുഷ്കരമാണ്. പക്ഷേ എന്നാൽ നിലവിലുള്ള ഓപ്പറേഷനെ അസിസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ബേപ്പൂർ തുറമുഖത്തിൽ നിന്നും പോയ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ചാർലി 144 അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ ഈ മറ്റൊന്ന് ഹെലികോപ്റ്ററുമായുള്ളതാണ് ഈ സചേതിൻ്റെ നീക്കങ്ങൾ. അതിലൊരു വലിയ ഹെലികോപ്റ്റർ, ചേതക് ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം കൂടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് നേരത്തെ ഡ്രോണിയർ കൊണ്ട് നിരീക്ഷണമായിരുന്നു നടത്തിയത്. എന്നാൽ ഇപ്പോൾ ചേതക്കിനെ കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഓപ്പറേഷന് ശക്തി പകരാൻ, അതായത് ഈ ഹൈ സ്പീഡ് ഫയർ ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഫയർ ഫൈറ്റിങ്ങിനൊപ്പം എന്തെങ്കിലും കൂടി ചെയ്യാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതീവ ദുഷ്കരമായാണ് ഈ തീ കെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഗോപി. ദീപക്, ഇപ്പോൾ ഇനിയിപ്പോൾ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതും വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇനി 22 പേരുണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു. അതിൽ 18 പേരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. 2 പേർ ഗുരുതരാവസ്ഥയിലാണെങ്കിൽ പോലും. പക്ഷെ 4 പേരെ കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും സൂചനകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അനുമാനം അല്ലെങ്കിൽ നിഗമനം ഉണ്ടോ? ഇതിൽ ഗോപി നമുക്ക് ലഭ്യമാകുന്ന വിവരം, ഇത് ഔദ്യോഗികമായി തന്നെ പുറത്ത് വിട്ടിട്ടില്ലാത്ത വിവരമാണ്. ഈ 4 പേരെക്കുറിച്ചുള്ള ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവർക്കെല്ലാം മൊബൈൽ നമ്പറുകളുണ്ട്. ഈ നമ്പറിൻ്റെ സിഗ്നലുകൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത്തരം സിഗ്നലുകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അപ്പോൾ 4 പേരെക്കുറിച്ചുള്ള ഒരു വിവരവും, അവർ കപ്പലിനകത്തുണ്ടായിരിക്കും എന്നുള്ളതായിരുന്നു ഇന്നലത്തെ അനുമാനം. പക്ഷേ കപ്പലിനകത്താണെങ്കിലും അവരുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് പറയാവുന്നതിലും അപ്പുറമാണ്. അത്തരം വേദനാജനകമായ ഒരു സാഹചര്യമാണ്. കാരണം പ്രതികൂലമായ സാഹചര്യത്തിൽ ഈ തീയണക്കാൻ ശ്രമിക്കുമ്പോൾ ഈ 4 പേരെക്കുറിച്ചുള്ള ഒരു വിവരവും, കാരണം അവിടെ ഈ ഓഫ്ഷോർ പെട്രോളിംഗ് വെസൽ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതായത് സമാനമായ രീതിയിൽ തന്നെ 2 ഓപ്പറേഷൻ നടക്കുകയാണ്. ഒന്ന്, കപ്പലിൻ്റെ രക്ഷാപ്രവർത്തനം, അതായത് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കുക, തീയണക്കുക. മറ്റൊന്ന്, 4 പേരെ കണ്ടെത്തുക. ഈ 4 പേരെ കണ്ടെത്താനുള്ള നീക്കത്തിൽ ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വിവരം നമുക്ക് ലഭിക്കുന്നത്. ഗോപി.